ബയോജിയോഗ്രഫി ഓഫ് ഇന്ത്യ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വെസ്റ്റേൺ ഗാട്സ്. ഇന്ത്യയിൽ ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്, പാറ്റേൺ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ സെഷനിൽ മെൻഷൻ ചെയ്യുന്നത്. The biogeography of India deals with the geographical distribution of plants and animals in the subcontinent. Indian subcontinentil overall ബയോഡൈവേഴ്സിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിനെ കുറിച്ചിട്ടാണ് ബയോജിയോഗ്രഫി ഓഫ് ഇന്ത്യ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സെഷനിൽ നമ്മുടെ ഇന്ത്യയുടെ ഫോണൽ ഡൈവേഴ്സിറ്റിയെ ബേസ് ചെയ്തിട്ട് പല തരത്തിലുള്ള റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസിൽ തന്നെ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ഏരിയയ്ക്ക് കൂടുതൽ എംഫസിസ് കൊടുത്തിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡൈവേഴ്സിറ്റി, ഇന്ത്യ എന്ന് പറയുന്ന സബ് കോണ്ടിനെൻറ്റിൻ്റെ ഫോണൽ ഡൈവേഴ്സിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 90,000 സ്പീഷീസോളം ആനിമൽസ് വരുന്നുണ്ട്. ആനിമൽസിൽ തന്നെ പല കാറ്റഗറീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസെക്ട്സ് 50,000 സ്പീഷീസോളം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മൊളസ്കൻസ് 5,000, reptiles around 450, then birds around 1,200 species, then mammals around 400 species. അപ്പോൾ ഇതൊക്കെ റഫ് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഡേറ്റ മാത്രമാണ്. ഇതിനേക്കാളും കൂടുതൽ സ്പീഷീസ് ഈ സബ് കോണ്ടിനെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആക്ച്വൽ റെക്കോർഡ് ചെയ്ത ഡേറ്റ നമുക്ക് കിട്ടിയാൽ പോലും അതല്ല ഇവിടുത്തെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സ്പീഷീസും ഓരോ വർഷവും ഓരോ കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഡൈവേഴ്സിറ്റി പലപ്പോഴും ഒരു മേജർ ഷെയർ ഒബ്സ്ക്യൂർ ആയിട്ട് തന്നെ ചില പ്രദേശങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ ബയോജിയോഗ്രഫിക് സോൺസ്, ഫോണൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് പല റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ് ഹിമാലയൻ സോൺ, ഹിമാലയൻ സോൺ, ഇന്ത്യൻ ഡെസേർട്ട് സോൺ, സെമി അരിഡ് സോൺ, ദ വെസ്റ്റേൺ ഗാട്സ്, ഡെക്കാൻ പെനിൻസുല, ഗാംഗറ്റിക് പ്ലെയിൻ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഐലൻഡ്സ് ആൻഡ് ഫൈനലി കോസ്റ്റൽ റീജിയൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു, ഈ പർട്ടിക്കുലർ സെഷൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബയോജിയോഗ്രഫി വെസ്റ്റേൺ ഗാട്സിന് കൂടുതൽ എംഫസിസ് കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വെസ്റ്റേൺ റീജിയണിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ സെക്കൻഡ് മൗണ്ടൻ റേഞ്ച് ആണ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ ഗുജറാത്ത് ആൻഡ് കേരള. ഇപ്പോൾ ഏകദേശം 1600ഓളം കിലോമീറ്ററുകൾ ഗുജറാത്തിൽ തൊട്ട് കേരളം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന മലനിരകളാണ് സെക്കൻഡ് ഇന്ത്യയുടെ മൗണ്ടൻ റേഞ്ച് ആണ് വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ഇവിടെയുണ്ട്. അതായത് ഈ പർട്ടിക്കുലർ റീജിയണിന് മാത്രം യുണീക്ക് ആയിട്ടുള്ള പല ഓർഗാനിസംസും നമുക്ക് വെസ്റ്റേൺ ഗാട്സിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല റിവേഴ്സിൻ്റെയും കാച്ച്മെൻറ്റ് ഏരിയ, ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ദെൻ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ബെൽറ്റ് ആണ് വെസ്റ്റേൺ ഗാട്സ്. വെസ്റ്റേൺ ഗാട്സിൻ്റെ ബയോഡൈവേഴ്സിറ്റി എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് ഹോറ ഹൈപ്പോത്തസിസ്. ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഗാട്സ് ഒറിജിനേറ്റഡ് ബൈ ദ സ്പ്രെഡ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഫ്രം ഹിമാലയൻ ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയൻ. ഇപ്പോൾ ഹൈ ഡിഗ്രി എൻഡമിസം കാണിക്കുന്ന ഒരു റീജിയനാണ് വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും വെസ്റ്റേൺ ഗാട്സിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഹിമാലയൻ റീജിയണിൻ്റെയും നോർത്ത് ഈസ്റ്റ് റീജിയണിൻ്റെയും ബയോഡൈവേഴ്സിറ്റിയുടെ സ്പ്രെഡിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത് എന്നാണ് ഹോറ ഹൈപ്പോത്തസിസ് പറയുന്നത്. പിന്നീട് ഈ പർട്ടിക്കുലർ റീജിയണിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു. എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് പല ഓർഗാനിസംസും പല രീതിയിൽ ഡൈവേർജ്ഡ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ ഡൈവേർജൻ്റ് എവല്യൂഷൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴുള്ള ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം നമുക്ക് വെസ്റ്റേൺ ഗാട്സിൽ കാണാൻ സാധിക്കുന്നത്. വെസ്റ്റേൺ ഗാട്സിൻ്റെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ 140 മാമൽ സ്പീഷീസ്, ഇതൊക്കെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. ദെൻ 260 റെപ്റ്റൈൽ സ്പീഷീസ്, ദെൻ 510 ബേർഡ് സ്പീഷീസ്, 180 ആംഫിബിയൻ സ്പീഷീസ്. ഇതിനകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഹാഫ് ജനറ പ്യുവർലി എൻഡമിക് ആണ്. ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഏകദേശം 25% എക്സിസ്റ്റ് ചെയ്യുന്നത്, അബൌട്ട്
25% of Indian biodiversity exists in Western Ghats. ഇപ്പോൾ പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ്റെയും ഫ്രഷ് ആയിട്ടുള്ള വാട്ടറിൻ്റെയും ഒക്കെ ഒരു സോഴ്സ് ആയിട്ടാണ് വെസ്റ്റേൺ ഗാഡ്സ് ആക്ട് ചെയ്യുന്നത്. പല റിവർ സിസ്റ്റത്തിൻ്റെയും കാച്ച്മെൻറ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ബെൽറ്റ് ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ എൻവയോൺമെൻറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റിയാണ്. എൻഡമിസം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. എൻഡമിക് ആയിട്ടുള്ള പല ആനിമൽസും യുണീക്ക് ആയിട്ടുള്ള പല ആനിമൽസും ഈ പർട്ടിക്കുലർ കണ്ടീഷൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം, എൻഡമിസം വരാനുള്ള കാരണം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ക്ലൈമാറ്റിക് സബ്സോൺസ് നമുക്ക് വെസ്റ്റേൺ ഗാഡ്സിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പോഗ്രഫിക്ക് തന്നെ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട്. ഓവറോൾ എർത്തിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വെസ്റ്റേൺ ഗാഡ് റീജിയനിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഹാബിറ്റാറ്റ്സ് ഉണ്ടാവും. ഈ ഹാബിറ്റാറ്റിനനുസരിച്ചിട്ട് ആ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കും. അങ്ങനെയാണ് എൻഡമിക് ആനിമൽസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെയുള്ള ആംഫീബിയൻസിൻ്റെ ഹാഫ് ജനറ എൻഡമിക് ആണ്. അത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഇവിടെ ഉള്ള വെസ്റ്റേൺ ഗാഡ്സിലുള്ള കുറേ സിഗ്നേച്ചർ ഓർഗാനിസത്തെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ നാസിക ബട്രാക്കസ് സഹ്യാദ്രൻസിസ്. വെസ്റ്റേൺ ഗാഡ്സിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫ്രോഗ് വെറൈറ്റിയാണ് പർപ്പിൾ ഫ്രോഗ്. ഇനി അടുത്തതാണ് ദ ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ് ഓർ മലബാർ പാരക്കീറ്റ്, സിറ്റാക്കുല കൊളംബോയിഡസ്. ദെൻ സൈലന്റ് വാലിയുടെ സിഗ്നേച്ചർ ഓർഗാനിസം ദ ലയൺ ടൈൽഡ് മക്കാക്കെ, മക്കാക്ക സൈലനസ്. ദെൻ ഏഷ്യൻ പാം സിവറ്റ് പാരഡോക്സൂറസ് ഹെർമാഫ്രോഡൈറ്റസ്. ദെൻ ദ നീലഗിരി മാർട്ടിൻ മാർട്ടസ് ഗോഡ്ക്വൻസെ. വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാഡ്സ് ഓവറോൾ ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ത്രെട്ടാണ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹാബിറ്റാറ്റ് ലോസ്, അത് ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷന് കാരണമാകും. ഡീഫോറസ്റ്റേഷന് കാരണമാകുന്ന ഒരു ഫാക്ടറാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ അഗ്രികൾച്ചർ മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ആയിട്ടാണ് വരുന്നത്. ടീ, കോഫി ഇതുപോലുള്ള പ്ലാന്റേഷൻസ് ക്രോപ്സ് ആണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഈ ക്രോപ്സിൻ്റെ പ്രത്യേകത ഈ ഹൈ റേഞ്ചിലുള്ള ക്ലൈമറ്റ് അവയ്ക്ക് വളരെയധികം സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഹെക്ടർ കണക്കിന് വെസ്റ്റേൺ ഗാഡ്സിലുള്ള ഏരിയ ഇതുപോലുള്ള പ്ലാന്റേഷൻസിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെയുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വഴി ഡിഫോറസ്റ്റേഷൻ, ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാകുന്നത് പോലെ തന്നെ പലതരത്തിലുള്ള പൊല്യൂഷനും നെഗറ്റീവ് ഇമ്പാക്റ്റും എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നു. അപ്പോൾ അത് ബയോഡൈവേഴ്സിറ്റിയെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നു. ഇനി അടുത്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, പിന്നെ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, റോഡ്സ്, അതുപോലുള്ള ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഹാബിറ്റാറ്റ് ലോസ്, ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷൻ ഉണ്ടാക്കും. ഇനിയുള്ളത് മേജർ ത്രെട്ട് എന്ന് പറയുന്നത് മൈനിങ് ആണ്. ഇവിടെ അയൺ ഓർ റിച്ച് ആയിട്ടുള്ള ഏരിയാസ് ആണ് വെസ്റ്റേൺ ഗാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അയൺ ഓർ മൈനിങ് എന്ന് പറയുന്നത് വളരെ എക്സ്റ്റെൻസീവായിട്ട് വെസ്റ്റേൺ ഗാഡ്സിൽ നടത്തുന്നുണ്ട്. പിന്നെ മനുഷ്യൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, പല പ്രോഡക്ട്സ്, ഫോറസ്റ്റ് പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള, നാച്ചുറൽ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, എക്സ്ട്രാക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം വെസ്റ്റേൺ ഗാഡ്സ്, നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നിന്ന് പലതരത്തിലുള്ള റിസോഴ്സസിനെയും മനുഷ്യൻ എടുക്കുന്നുണ്ട്. അതെല്ലാം ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷനും ഹാബിറ്റാറ്റ് ലോസിനും ഒക്കെ കാരണമാകും. അപ്പോൾ 1920 തൊട്ട് 1990 വരെ ഉള്ള ആ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഈ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ 40% വെജിറ്റേഷന് ലോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, വെജിറ്റേഷൻ ലോസായി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണങ്ങൾ പലതാണ്. മൈനിങ്, ദെൻ മോണോകൾച്ചർ പ്ലാന്റേഷൻസ്, പൊല്യൂഷൻ, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് പിൻ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് കൺസർവ് ചെയ്യാം എന്നുള്ളതാണ് കൺസർവേഷൻ സ്റ്റാറ്റസ് ഓഫ് വെസ്റ്റേൺ ഗാഡ്സ്. ഇപ്പോൾ വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെസ്റ്റേൺ ഗാഡ്സിനെ തന്നെ പല വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ആയിട്ടും നാഷണൽ പാർക്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ഗാഡ്സിൻ്റെ നോർത്തേൺ പാർട്ടിനെ കൺസർവ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അതിനുള്ള കാരണം അവിടെയുള്ള ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ കൺസർവേഷൻ സ്ട്രാറ്റജീസ് എംപ്ലോയ് ചെയ്യുന്നത്
ഇതിൻ്റെ സദേൺ പാർട്ടിലാണ്, വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ തന്നെ സദേൺ പാർട്സിലാണ്. അതായത് കേരള, കർണാടക, തമിഴ്നാടു ബെൽറ്റ്, ഇവിടെയാണ് കൂടുതൽ ബയോഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നതും ഈ പർട്ടിക്കുലർ ഏരിയയിലാണ്. ഇനി അടുത്ത റീജിയനാണ്, അടുത്ത ഇന്ത്യയുടെ സോജിയോഗ്രഫിക് സോണാണ് ദ ട്രാൻസ് ഹിമാലയാസ്, പോർഷൻ ബിയോണ്ട് ദ ഹിമാലയാസ്. ലഡാക്ക്, കാശ്മീർ, ഹിമാചൽ പ്രദേശിൻ്റെ കുറേ പോർഷൻസ് ഒക്കെയാണ് ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്ന റീജിയനിൽ വരുന്നത്. ഏകദേശം 1,80,000 സ്ക്വയർ കിലോമീറ്റേഴ്സോളം ഇത് കവർ ചെയ്യുന്നുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ ആണ്, കോൾഡ് ക്ലൈമറ്റ് ആണ്, ആരിഡ് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ഇവിടെ നാച്ചുറൽ ഫോറസ്റ്റുകൾ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. ആൽപൈൻ സ്റ്റെപ്പി ആണ് ഇവിടുത്തെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ബയോം എന്ന് പറയുന്നത്. ഇവിടെ എൻഡോമിസം വളരെയധികം കൂടുതലാണ്. യുണീക്ക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനനുസരിച്ചിട്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്ന് പലതരത്തിലുള്ള യുണീക്ക് ഓർഗാനിസംസും ഇവിടെ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്ന റീജിയൻസ് ആണ്, അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ മാപ്പിൽ ഇപ്പോൾ കാണുന്നത്. ഇനി അടുത്താണ് ഹിമാലയൻ റീജിയൻ. Himalayan region is the Himalayan mountain system is the great mountain system of Asia. It forms the barrier between Tibetan Plateau and Indian subcontinent. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു ബാരിയർ ആയിട്ടാണ്, ജിയോഗ്രഫിക്കൽ ബാരിയർ ആയിട്ടാണ് ഈ ഹിമാലയ എന്ന് പറയുന്ന റീജിയൻ ആക്ട് ചെയ്യുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ യങ്ങസ്റ്റ് ബട്ട് ലാർജസ്റ്റ് മൗണ്ടൻ റേഞ്ച്. രണ്ട് പോർഷൻസ് ആണുള്ളത്, വെസ്റ്റേൺ ഹിമാലയയും ഈസ്റ്റേൺ ഹിമാലയയും. അപ്പോൾ ഇത് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് വരുന്ന ഒരു റീജിയനാണ് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ കുറേ എണ്ണത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെസ്റ്റേൺ രാഘോപാൻ, ദെൻ സ്നോ ലിയപ്പാർഡ്, ഹിമാലയൻ താർ, ദെൻ ഹിമാലയൻ മസ്ക് ഡിയർ, ഹിമാലയൻ ബ്ലൂ പോപ്പി, ഇതുപോലുള്ള ഓർഗാനിസംസ് ഒക്കെ അവിടുത്തെ സിഗ്നേച്ചർ ഓർഗാനിസംസ് ആണ്. ഇപ്പോൾ നമ്മൾ ഹിമാലയൻ താർ എന്ന് പറയുന്ന വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി വെസ്റ്റേൺ ഗാട്ട്സിലുണ്ട്, നീലഗിരി ടാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൊറ ഹൈപ്പോത്തസിസ് പറയുന്നത് ഹിമാലയൻ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ്റെ ഫലമായിട്ടാണ് യൂണീക്ക് ആയിട്ടുള്ള ഓർഗാനിസംസ് വെസ്റ്റേൺ ഗാട്ട്സിലും ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് ഈ രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. ഇനിയുള്ളത് ഇന്ത്യൻ ഡെസേർട്ട് സോണാണ്. രണ്ട് ഡെസേർട്ട് സോൺസ് ആണ് ഇന്ത്യക്ക് ഉള്ളത്, താർ ഡെസേർട്ട് സോണും റാൻ ഓഫ് കച്ചും. താർ ഡെസേർട്ട് സോൺ ആണ് ഇതിനകത്ത് ഏറ്റവും വലുത്. രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇപ്പോൾ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റീജിയനാണ് താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇവിടെയും പലതരത്തിലുള്ള എൻഡമിക് ഓർഗാനിസംസ് ഉണ്ട്. രണ്ടാമത്തെ ഇന്ത്യയുടെ ഡെസേർട്ട് സോണാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗുജറാത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സോൾട്ട് ഫ്ലാറ്റ്സ് ആണ് കൂടുതലും കാണുന്നത്. ഇപ്പോൾ എല്ലാ മോൺസൂണിലും ഫ്ലഡിങ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് നെസ്റ്റിംഗ് ബേർഡ്സിൻ്റെ വളരെയധികം ഡൈവേഴ്സിറ്റി നമുക്ക് ഈ റീജിയനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യൻ ഡെസേർട്ട് സോണിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഓർഗാനിസംസിനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ഇന്ത്യയുടെ നാഷണൽ ബേർഡ് ആകാൻ വേണ്ടി സലീം അലി റെക്കമെൻഡ് ചെയ്ത ഒരു ബേർഡ്സിൽ ഒന്നാണ് ഇന്ത്യൻ ഗ്രേറ്റ് ബസ്റ്റാർഡ് എന്ന് പറയുന്നത്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന ബേർഡ്. അപ്പോൾ അത് ഡെസേർട്ട് പ്ലെയിൻസിലാണ് കാണുന്നത്. പിന്നെയുള്ള ഇന്ത്യൻ ഡോങ്കി വെറൈറ്റി, ഇന്ത്യൻ വൈൽഡ് ആസ് എന്ന് പറയുന്ന കാറ്റഗറി, ദെൻ വൈറ്റ് ഫുട്ടഡ് ഫോക്സ്, ബ്ലാക്ക് ബക്ക്, ചിങ്കാര. ഇനി അടുത്താണ് സെമി അരിഡ് സോൺ. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഗ്രാസ് ലാൻഡ്സ് ആണ്. അപ്പോൾ ഗ്രാസ് ലാൻഡ്സിൽ ഓക്യുപ്പൈ ചെയ്യുന്ന മേജറായിട്ടുള്ള കാർണിവോറസ് ഓർഗാനിസംസ്, ഏഷ്യാറ്റിക് ലയണ്, ലിയോപാഡ്, അതുപോലെ തന്നെ ടൈഗർ, അതിൻ്റെയൊക്കെ ഒരു ഹോംലാൻഡാണ് സെമി അരിഡ് സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ സോൺ ഓഫ് ട്രൂ ഡെസേർട്ട് ആൻഡ് സെമി ഡെസേർട്ട്. ഇനി അടുത്താണ് ഡെക്കാൻ പെനിൻസുല. ഡെസിഡുവസ് ഫോറസ്റ്റ്, തോൺ ഫോറസ്റ്റ്, സ്ക്രബ് ലാൻഡ്സ് ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഇറ്റ് എക്സ്റ്റെൻസ് ഓവർ 43% ഓഫ് ഇന്ത്യൻ ലാൻഡ് മാസ്.
അപ്പോൾ ഇന്ത്യയുടെ ഒരു മേജർ ഷെയർ ലാൻഡ് മാസ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഡെക്കാൻ പെനിൻസുലയാണ്. നർമ്മദ, തപ്തി, മഹാനദി, ഇന്ദ്രാവതി, ഗോദാവരി തുടങ്ങിയ നദികളുടെയൊക്കെ ഒരു കാച്ച്മെന്റ് സിസ്റ്റമായിട്ട് ഡെക്കാൻ പെനിൻസുല ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറയുന്നത് എലിഫന്റ്, ടൈഗർ, ഗോർ, ബഫലോ, ദെൻ ഏവിയൻ ഡൈവേഴ്സിറ്റി. ഇനി അടുത്താണ് ഗാംഗറ്റിക് പ്ലെയിൻ. ആദിമകാലത്തെ ഹ്യൂമൻ സിവിലൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഗാംഗറ്റിക് പ്ലെയിനിലാണ്. ഫെർട്ടൈൽ സോയിലാണ്, അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് ബയോഡൈവേഴ്സിറ്റിക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗാംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആസാം, മണിപ്പൂർ, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര ഈ 6 സ്റ്റേറ്റ്സും വരുന്നതാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്രൈസസ് 6 of 7 സിസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊരു മീറ്റിംഗ് പോയിന്റ് ആണ്. ഹിമാലയൻ റീജിയനും ഇന്ത്യൻ പ്ലെയിൻസുമായിട്ടുള്ള മീറ്റിംഗ് പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ള റീജിയനാണ്. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പല ഓർഗാനിസംസും നമുക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ കൂടുതൽ വരുന്നതാണ്. അവിടുത്തെ ക്ലൈമറ്റ് ബയോഡൈവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലൈമറ്റാണ്. ഇനി അടുത്താണ് ഐലൻഡ്സ്. 2 ഐലൻഡ്സ് ആണ് ഇന്ത്യക്കുള്ളത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദെൻ ലക്ഷദ്വീപ്. ഇപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്സിലാണ് ലക്ഷദ്വീപ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ലക്ഷദ്വീപ് അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് രണ്ടും കോറൽ ഡൈവേഴ്സിറ്റി, ഫിഷ് ഡൈവേഴ്സിറ്റി, ഫിഷറീസ് ഡൈവേഴ്സിറ്റിയിലൊക്കെ വളരെയധികം റിച്ച്നെസ് കാണിക്കുന്ന റീജിയൻസ് ആണ്. അപ്പോൾ അറേബ്യൻ സീയുടെ ഭാഗമായിട്ട് വെസ്റ്റേൺ റീജിയനിൽ ലക്ഷദ്വീപും, ദെൻ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റേൺ റീജിയനിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സുമാണ് വരുന്നത്. രണ്ടും കോറൽ ഡൈവേഴ്സിറ്റിക്കും ഫിഷ് ഡൈവേഴ്സിറ്റിക്കും പ്രസിദ്ധമാണ്. ഇനി അടുത്താണ് ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയൻസ്. ഇപ്പോൾ ഇവിടുത്തെ ടോപ്പോഗ്രഫിക്കലായിട്ടുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. എർത്തിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയനിൻ്റെ ഓവറോൾ ടോപ്പോഗ്രഫി വ്യത്യസ്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യും. മാംഗ്രൂവ് ആംസ്, സാൻഡി ഷോർസ്, റോക്കി ഷോർസ് ഇതുപോലുള്ള പലതരത്തിലുള്ള കണ്ടീഷൻസും നമുക്ക് ഇന്ത്യൻ കോസ്റ്റൽ റീജിയൻസിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയൻസ് നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ പാർട്ടിൽ കൊങ്കൺ കോസ്റ്റ്, ദെൻ മലബാർ കോസ്റ്റ്, സദേൺ പോർഷനിലേക്ക് വരുമ്പോൾ സൗത്ത് വെസ്റ്റ് റീജിയനിൽ വരുമ്പോൾ മലബാർ കോസ്റ്റ്, ദെൻ ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് റീജിയൻ കോസ്റ്റൽ റീജിയൻ ആണ് കോറമാൻഡൽ കോസ്റ്റ്, ദെൻ ആന്ധ്ര കോസ്റ്റ്, ഫൈനലി ഉത്കൽ കോസ്റ്റ്. ഇത്രയും റീജിയൻസ് ആണ് കോസ്റ്റൽ റീജിയൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ മാംഗ്രൂവ് സാംസ്, സാൻഡി ഷോസ്, റോക്കി ഷോസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് ബയോഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ഡൈവേഴ്സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റൽ റീജിയനിൽ കാണുന്ന ഡൈവേഴ്സിറ്റിയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഡ് സ്ക്രിപ്പേഴ്സ് എന്ന് പറയുന്ന ആക്സസറി റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ള ഫിഷസ്, പിസിയൻ വെറൈറ്റി. പിന്നെ എന്താണ് മോണിറ്റർ ലിസാർഡ്സ്, പിന്നെ സീ ടർട്ടിൽസ്, എസ്റ്റുറൈൻ ക്രോക്കഡൈൽസ്, ഡുഗോങ് ഇതുപോലുള്ള ഓർഗാനിസംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി ഇങ്ങനെയൊക്കെയാണ് പല റീജിയൻസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്.